ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാഗിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു 4 പാക്കറ്റ് മാഗിയാണ് എടുത്തത്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത്. പിന്നെ ഞായറാഴ്ച കുട്ടികൾക്കൊക്കെ ലീവുള്ള ദിവസം ഇതുപോലെ വേഗം ആകുന്നതാണ് ആക്കാറ്. ഇതിൽ നിന്ന് വെച്ചാൽ 2 പാക്കറ്റാണ് വരുന്നത്. ഒന്നിൽ പിന്നെ ഓയിലും പിന്നെ സോസ് ഉണ്ട്, പിന്നെ ചില്ലി പൗഡർ, ഉപ്പ് ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ. ഞാൻ പിന്നെ ഇതിൽ മസാല ഒന്നും ചേർക്കാണ്ടാണ് മാഗി ഉണ്ടാക്കുന്നത്. മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വേണേ. 15 മിനിറ്റ് ഇത് വെന്ത് കിട്ടാനുള്ള ടൈം. പിന്നെ ഇതിൻ്റെ പാക്കറ്റിലുള്ള എല്ലാം ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിലും സോസും ഉപ്പും പിന്നെ ചില്ലി പൗഡറും എല്ലാം ഇതിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാഗിയൊക്കെ നന്നായി തിളക്കുന്നുണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നന്നായി വെന്ത് കിട്ടും. നമ്മൾ 2 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ടൊന്നും ഇത് വേവില്ല. ഇതിൻ്റെ ശരിക്കും ടൈം ഒരു 15-20 മിനിറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ പൗഡറൊക്കെ ഞാനൊരു ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ചെറിയ പാക്കറ്റിൽ ചില്ലി പൗഡറാണ്. ഈ വെള്ള കളർ പൊടിക്കകത്ത് ഇവരെന്താ മിക്സ് ചെയ്തതെന്ന് അറിയില്ല. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അതിന് ഒരു കായപ്പൊടിൻ്റെ ടേസ്റ്റും ഉണ്ട്. പിന്നെ ഈ ഇന്ദുപ്പാണെന്ന് തോന്നുന്നു, ഒരു റെഡ് കളർ ഉപ്പും പിന്നെ വേറെ എന്തോ ഒരു ഐറ്റംസ് അവർ ചേർത്തിട്ടുണ്ട്. അതെന്താ സീക്രറ്റ് എന്നറിയില്ല. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്. ഇനി നമുക്കിതൊക്കെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പൊടികളൊക്കെ നമ്മളിത് വെന്തതിന് ശേഷമാണ് ഇതിൽ മിക്സ് ചെയ്യേണ്ടത്. ഇതെന്ന് വെച്ചാൽ അതിൽ ആ പാക്കറ്റിൽ എഴുതിയത് അങ്ങനെയാണ്, വെന്തതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്യേണ്ടതെന്നാണ് അതിൽ കാണുന്നത്. അതേപോലെയാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഇപ്പം നമ്മൾ മാഗിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിതിലേക്ക് സോസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സംഭവം പൊളിയാണ് കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഉള്ളി മസാലകളൊക്കെ ചേർത്തിട്ടും കഴിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നല്ലൊരു ടേസ്റ്റിയായ ഒരു എണ്ണയാണ് അത്. അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി വറുത്ത് പൊരിച്ചതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റായിട്ടാണ് കാണുന്നത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതിനത് പറയാൻ കഴിയില്ല. അത് കഴിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാം. അത്രയും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുണ്ടായത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.